അപ്പോൾ KL91 ബ്ലോഗിലെ ഒരു പുതിയ പ്രഭാതം പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പ്രിയമുള്ളവരെ. സിമ്പിളായിട്ട് നമ്മളിന്ന് തൊട്ടടുത്തുള്ള ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ 7 കിലോമീറ്റർ അപ്പുറത്തുള്ള റൊസാരിയൻ ആശ്രമത്തിൽ ഇന്നൊരു വൺ ഡേ ശുശ്രൂഷയുണ്ട്. എൻ്റെ 10-27 വർഷം അല്ലെങ്കിൽ 30 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ധ്യാന ప్రోగ్రాముകളാണ് പാട്ടും కీబోర్డుം. അപ്പോൾ അതിൻ്റെ കുറച്ച് కాഴ്చകളాയിട്ട് നമുക്ക് എല്ലാവർക്കും കാണాం. അപ്പോൾ എല്ലാവർക്കും ഒരു పుതിయ వీడియోలోకి స్వాగతం. తెలుగు వాళ్ళందరూ ఈ రోజు మనకి ఒక ప్రోగ్రామ్ ఉంది ఒక చర్చిలో వన్ డే. అప్పుడు మధ్యాహ్నం వరకు అక్కడే ప్రోగ్రాము చూపించడానికి ట్రై చేస్తున్నాం. అందరికీ నమస్కారం అండి, చూడండి. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ. ബൈക്ക് നന്നാക്കി കൊണ്ടുവരിക, ജിസ്മോനെ കൊണ്ട് ബുള്ളറ്റുമ്പോൾ നീ കയറി പോവുക, 2 പേരും ഹെൽമെറ്റ് വയ്ക്കുക, കുറ്റിച്ചിറ പോവുക, ബൈക്ക് നന്നാക്കുക. ഇലക്ട്രീഷ്യൻ റോബി വരും നമ്മുടെ ചെയ്യാനായിട്ട് അകത്തുള്ളൂ, അത് ചെയ്യിക്കുക. ഉച്ചവരെയുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ടിരിക്കുക കേട്ടോ. അയ്യോ, എല്ലാ സാധനങ്ങളും കയറ്റിയാ ഒന്ന് നോക്കട്ടെ. ബാഗ് ഉണ്ട്, കീബോർഡ് അല്ലേ, കീബോർഡ് കയറ്റി, സ്റ്റാൻഡ് കയറ്റി, ബാഗ് കയറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, പാട്ട് ബാഗ് അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ബൈക്ക് നന്നാക്കി കൊണ്ടുവരിക കേട്ടോ. കുരിശിറ പോയിട്ട് സ്കൂട്ടി നന്നാക്കി കൊണ്ടുവരിക. സ്കൂട്ടി വല്ലതും കേടായിരിക്കും. ഒരു മാസമായി. സുസുക്കിയുടെ ലെറ്റ്സ്, അതിൻ്റെ പാർട്സ് കിട്ടാണ്ട് ഇന്നലെ കിട്ടിയത്. ജെറോമ പോയി മേടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ റോബി വരും. റോബി വരുമ്പോൾ അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ ഉച്ച കഴിയുമ്പോഴേക്കും വരും. ഓക്കെ, ടാറ്റാ. നിനക്കും വരായിരുന്നു നിന്നല്ലേ, കൈ അടിക്ക് ചെല്ലണതിന് ഇവിടെ നിൽക്കാതിന്ന്. ഹലോ ഗൈസ്, പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെയാണ് ഇന്നത്തെ പരിപാടി. അതായത് എൻ്റെ ശരിക്കുള്ള ഡ്യൂട്ടി, അതായത് പാട്ട് പാടാൻ വന്നിരിക്കുന്നൊരു സ്ഥലമാണെന്ന്, ഒരു വൺ ഡേ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റൊസാരിയൻ കോൺഗ്രിഗേഷൻ റോസറി ഹിൽ ആശ്രമം കുടുങ്ങ അല്ലേ, നമ്മുടെ ആശാൻപടിയിൽ നിന്ന് ലെഫ്റ്റ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ അമ്മയൊക്കെ ഈ ആശാൻപടിയിൽ ആശാൻ്റെ അടുത്ത് കൊണ്ടു നമ്മൾ ചികിത്സിച്ചത് ഓർക്കുന്നുണ്ട്. അന്ന കാലത്ത് ഒരു ആശാൻ, അതാണ് ഈ ആശാൻപടിയിൽ നിന്ന് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിലേ പോയിട്ട് അങ്ങ് അറ്റത്താണ് ഒരു ആശ്രമം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് കിടക്കാം. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഒരു ചർച്ചിലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന സ്ഥലം, അതായത് ഞാൻ എടുത്തു പറയുകയാണ്, ഞാൻ പാടാൻ പോകുന്നതും വാഹനത്തിൽ വാടക പോകുന്നതും ഇതെല്ലാം നാടും വീടൊക്കെ കാണിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതാണ് റോസറി ഹിൽ ആശ്രമത്തിലെ വഴികൾ കാണുന്നത്. നോക്കട്ടെ, കംപ്ലീറ്റ് റബ്ബറാണ്. റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്, ഇപ്പോൾ ആന്ധ്രക്കാർക്ക് അവിടെ റബ്ബറില്ല. അപ്പോൾ റബ്ബറില്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു വീഡിയോ റബ്ബർ എന്താണെന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ ഈ കൊടുങ്ങ അല്ലെങ്കിൽ വെള്ളിക്കുളങ്ങര അല്ലെങ്കിൽ കൊടകര ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണിത്. ഒരുപാട് എന്താ പറയുക, നല്ല ഭംഗിയുള്ള ప్రదేశമാണ് ఇది. చూడండి, ఇదే రబ్బర్ చెట్లు చూడండి. అసలు చాలా ఎకరాలు రబ్బర్ చెట్లు. ఇది రబ్బర్ తయారు చేసేది చెట్లతోని. ప్రతి వస్తువు రబ్బర్తో తయారు చేయబడే ప్రతి వస్తువులు ఈ రబ్బర్ చెట్టుతోనే వచ్చేది. అది మీకు తెలుసు కొంతమందికి. ఈ రబ్బర్ చెట్టు పొద్దున్న పనివాళ్ళు వచ్చి ఇది కోసుకుని దాని నుంచి మిల్క్ లాగా పాలు వస్తుంది. ఆ పాలు మళ్ళీ గడగట్టి యాసిడ్లో పోసి రకరకాల ప్రాసెస్లోకి వెళ్ళిపోయి రబ్బర్ లాగా తయారు చేసేది, మళ్ళీ ఎండబెట్టి. మొత్తం ఇదే. ఈ ఆశ్రమం పక్కనే ఒక రబ్బర్ చెట్టు చూసాం, చాలా బాగుంది. అందుకని അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, നമ്മുടെ തെലുങ്കു നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് അവിടെ റബ്ബറില്ല.
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ കേട്ടോ. അവർക്ക് അവിടെ റബ്ബറില്ല. അവർ റബ്ബർ എങ്ങനെയാണെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റബ്ബർ നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് റബ്ബറിൻ്റെ കാര്യം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ്, നല്ല രസമാണ് കാണാൻ. ഓക്കെ പ്രിയമുള്ളവരെ, അപ്പം നമ്മളിന്ന് ഒരു പ്രോഗ്രാമിന് വന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞു, തിരിച്ചു പോകുന്നു. ഉച്ചയോടുകൂടി എല്ലാം കഴിഞ്ഞു, മനോഹരമായിട്ട് തീർന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് എന്താ പറയുക, പുറത്ത് പോയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോ വ്ളോഗിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പരിമിതികളുള്ള മനുഷ്യനായതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ്, നമുക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴികളും നമ്മൾ കാണുന്ന നാടും അല്ലെങ്കിൽ അതെ നമ്മുടെ വാഹനം കണ്ട ഇതുകൊണ്ട് വാടക പോകുന്ന ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളായിരിക്കും നമ്മൾ കാണിക്കുക. ഓക്കെ, കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ട്. അത് പതുക്കെ എല്ലാം ശരിയായി വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ പതുക്കെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വ്ലോഗിലൂടെ ഇന്ന് നിർത്താൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല. ഇതിന് കുറച്ച് ഈ വഴി നീങ്ങിയിട്ട് അപ്പുറത്ത് പോയി ആ ചൊക്കന അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്, വലിയ മലയുടെ പ്രദേശങ്ങളുണ്ട്. പിന്നീടൊക്കെ നമുക്ക് ആനയൊക്കെ വരുന്ന സ്ഥലമുണ്ട്. അത് പലർക്കും അറിയാം, നമുക്കറിയാവുന്നതാണ്. അവിടേക്ക് ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോയിൽ വരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയുകയാണ്. കുറച്ച് ആളുകൾ കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ സഹായിച്ചു. കാണുന്നുണ്ട്, കുറച്ച് പേര് കാണുന്നുണ്ട്. ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അങ്ങനെ വലിയ ഇതൊന്നുമല്ല, എന്നാലും കുറച്ച് പേര് കാണുന്നുണ്ട്. അതിൽ തന്നെ വലിയ സന്തോഷം. നമ്മുടെ പരിമിതികളിലൂടെ അറിവില്ല ആയ്മയിലൂടെയൊക്കെ കുറച്ച് വീഡിയോകൾ ഇട്ട് കാണിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിലേക്കൊക്കെ ഒരുപാട് ഞാൻ പിന്നെയും അതിന് നെഗറ്റീവ് മാത്രം പറയുന്നില്ല, എന്നാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, എടുക്കുന്ന പ്രശ്നങ്ങൾ, സൗണ്ട് ക്ലാരിറ്റി. അപ്പോൾ അതൊക്കെ നമ്മൾ പതുക്കെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. ഒരിക്കൽ കൂടി നമ്മുടെ KL91 ബ്ലോഗിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് పరిപാടികൾ వేరేയുണ്ട്. కొంచెం కూడా నల్లొരു వీడియో అయితే അടുത്ത ദിവസം వరాం. അപ്പോൾ తెలుగు వాళ్ళందరూ నమస్కారం అండి. ఈరోజు చిన్న బ్లాగ్ ఒకటి పెట్టాను, బయట ప్రోగ్రాంకి వెళ్ళే ఒక బ్లాగు. అది మన పక్క ఊరిలో ఒక చిన్న చర్చిలో ఒక ప్రోగ్రామ్ అయిపోయింది, ఇంటికి పోతున్నాం. అప్పుడు రేపు ఒక మంచి వీడియోతో వస్తాను. ఓకే, అందరికీ నమస్కారం అండి. థ్యాంక్ యూ, ബൈ. അപ്പോൾ ഇന്നത്തെ ഈ റൊസാരിയൻ ആശ്രമത്തിൽ വന്നിട്ട്, റോസരി ഹിൽ ആശ്രമത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഫാദേഴ്സിൻ്റെ കൂടെ ഒരു വൺ ഡേ ചെയ്ത് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ചെറിയ വ്ളോഗുമായിട്ട് ഇനിയും വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നോക്കി, ഇവിടെ നല്ലൊരു എന്താ പറയുക, റബ്ബർ എസ്റ്റേറ്റാണ് കാണുന്നത്. ഒന്നുകൂടി കാണിക്കുകയാണ്. ഒന്ന് വഴി മനോഹരമായിട്ടൊരു സ്ഥലമാണ്. നല്ല തണൽ, നല്ല കാറ്റ്, എന്താ സുഖം. ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അത്രയും നല്ല സ്ഥലമാണ്. ചുറ്റും മലകളാണ്. എനിക്ക് തോന്നുന്നു ഈ സൈഡ് വെള്ളിക്കുളങ്ങര മല തോന്നുന്നു, ഈ സൈഡിൽ എന്താ പറയുക, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ നല്ലൊരു പ്രദേശം, ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം അങ്ങനെ പറയാം. ഇവിടെ താമസിച്ചുള്ള ധ്യാനങ്ങളുണ്ട്, പിന്നെ വൺ ഡേ പ്രോഗ്രാമുകളുണ്ട്. റൊസാരിയൻ ഫാദേഴ്സാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഒരു തോമസ് അച്ഛനാണ് ഇന്നിപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നാളത്തെ കഴിഞ്ഞിട്ട് മറ്റന്നേയും ഒരു 3 ദിവസം ഒരു പ്രോഗ്രാമുണ്ട് ഇവിടെ. അതും കൂടി ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, KL91 എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കുഞ്ഞു വീഡിയോകളുമായിട്ട് ഇനിയും വരാൻ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പതുക്കെ മഴ മാറിയതുകൊണ്ട് ചെറിയ പച്ചപ്പും ചെറിയ പൂക്കളും ഒക്കെ വന്നു തുടങ്ങി. നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിട്ട് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമില്ല ഓണം. അപ്പോൾ ഇവിടത്തും വന്നിരിപ്പുണ്ട്. പിന്നെ ഏതൊരുത്തും തലപൊക്കി നോക്കണമെങ്കിൽ നല്ല ധൈര്യത്തിലിരിക്കുക അവിടെ. അതേ പോണ ഓക്കെ. അപ്പോൾ നോക്കി പറയുള്ളവരെ, നല്ല പൂക്കൾ കണ്ടപ്പോൾ നിർത്തിയതാണ് അവിടെ വണ്ടി.
ഒരു പശു അവൻ്റെ മോനെ കണ്ട് 2 പേര് നിന്നിവിടെ സാപ്പാട്ടടിക്കുന്നുണ്ട്. നല്ല പുല്ല് അപ്പുറത്ത്. എന്താ പറയുക, ഇതൊക്കെ വെള്ളം കയറി പോരുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് ഓടുണ്ട്. ഞാൻ അതുകൊണ്ട് നിർത്തിയതോടെ. ഇത് കുടുങ്ങിയുടെ ഉൾവശമാണ്. ആശാമ്പടിയിൽ നിന്ന് വരുന്ന ഉള്ളിലേക്ക് വരുന്ന വഴി, വെള്ളിക്കുളങ്ങര ഒക്കെ വരുന്ന ഉള്ളിലേക്ക് വരുന്ന വഴിയാണ്. മഴ ഒന്ന് മാറി അത്യാവശ്യം വെയിലായി. ഇനി എന്നാണ് അടുത്ത മഴ എന്നറിയത്തില്ല. ഇവിടെയൊക്കെ വെള്ളം കയറി മുങ്ങുന്ന സ്ഥലമായിരിക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ തോടുള്ളത് കൊണ്ട്. ഇവിടെ നല്ല പാടം കാണുന്നുണ്ട് അപ്പുറത്ത്. ഇവിടെ നല്ലൊരു തോട് ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയാണ്. മഴ വന്നു, മഴ വന്നു. ജസ്റ്റ് നല്ല പാടവും വെള്ളങ്ങളും ഒഴുകുന്ന സ്ഥലമായിരുന്നു. ഞാൻ എടുത്ത് വന്നതായിരുന്നു. അപ്പോഴേക്കും ഇത് ഉഷാറ് മഴയും. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്ത് ഒന്നും കാണത്തില്ല. നല്ല പ്രദേശമായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ മഴ എപ്പോഴാണ് വരണേന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അടുത്ത മഴ എത്തി. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേറെ ദിവസങ്ങളിൽ ഇതിലേക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ പാടവും പാടശേഖരങ്ങളും തോടും വെള്ളമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും എടുക്കാമെന്ന് വെച്ചാൽ ഇറങ്ങിയതാണ്. മഴ ഇന്ന് പറഞ്ഞു തീരില്ല. മഴ കേട്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും മഴ വന്നു. ഓക്കെ, പെട്ടെന്നൊരു മഴയുടെ വന്നു. മഴ വന്നു. മഴ അങ്ങനെ മാറി. പെട്ടെന്ന് വെയിലും വന്നു. അങ്ങനത്തെ ഒരു വികൃതി മഴകളാണ് ഈ സമയത്തുള്ളത്. നല്ല ഈ മഴ കഴിഞ്ഞു വെയിലായി. നല്ലൊരു പാടം ഉഴുത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. നമ്മുടെ കേരളത്തിലേക്ക് പാടങ്ങൾ വളരെ കുറച്ചുള്ളൂ. പിന്നെ പാലക്കാടിൻ്റെ സൈഡൊക്കെ ആവശ്യം തന്നെയുണ്ട്. ആന്ധ്രയിൽ അങ്ങനെയല്ല. ആന്ധ്രയുടെ നല്ലതാന്ന് പറയുന്ന നെല്ലൂർ ഒക്കെ എത്രയോ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഏക്കറൊന്നുമല്ല പറയുന്നത്. അത്രയധികം പാടശേഖരങ്ങളാണ്. ഓക്കെ, നമ്മളെല്ലാവർക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ്.